ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. +2 കഴിഞ്ഞ് എല്ലാവരുടെയും സ്വപ്നമാണ് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾ പഠിക്കണമെന്ന്. അതായത് പ്രത്യേകിച്ച് ബയോമാക്സ് ഒക്കെ എടുത്തവരാണെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. പക്ഷേ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾ കേരളത്തിനകത്തോ പുറത്തോ ഉള്ള കോളേജുകളിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് എൻക്വയറീസ്, മെഡിക്കൽ എൻക്വയറീസ്, ഇതുപോലുള്ള അഡ്മിഷൻ റിലേറ്റഡ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കോഴ്സ്, ഏറ്റവും ബെസ്റ്റ് കോളേജ്, അവിടുത്തെ അഡ്മിഷൻ എങ്ങനെയാണ് എന്നത് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ജസ്റ്റ് ഈ നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും ഗൈഡൻസിന്. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് പോലെ അല്ല മെഡിക്കൽ. കുറച്ചുകൂടി എന്താണ് എക്സ്പെൻസ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പാരൻസിന്റെ ഹാർഡ് ഏൺ മണി കൊടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എന്താണ് അതിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. ഓൾവേസ് മെഡിക്കലിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. പക്ഷേ പലർക്കും പറ്റുന്നൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടുള്ള കോളേജുകൾ സെലക്ട് ചെയ്യാതെ പെട്ടെന്ന് ഒരു റഷ്യന്റെ പുറത്ത് ഇപ്പോൾ +2 റിസൾട്ടും നീറ്റിന്റെ മാർക്കൊക്കെ വരുമ്പോൾ ഈ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് പോലും നിങ്ങളുടെ ഇൻട്രസ്റ്റിന് അലൈൻഡ് ആണോ എന്ന് നോക്കില്ല. കൂട്ടുകാരെടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് അവിടെയും ഇവിടെയും കേൾക്കുന്നത് കൊണ്ട് ആ കോഴ്സിന്റെ പിന്നാലെ പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ എടുത്തു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് മുതൽ ഒക്യുപേഷണൽ തെറാപ്പി, അതുപോലെ തന്നെ റേഡിയോളജി, MLT, MIT, മെഡിക്കൽ ടെക്നോളജി, ഒരുപാട് കോഴ്സുകൾ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്കോപ്പുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ, ഇതാണ് ബെസ്റ്റ് ടൈം, ഇപ്പോൾ തന്നെ നോക്കുക. അത് കഴിഞ്ഞാൽ കിട്ടാനുള്ള ജോബ് റോളുകൾ ഏതൊക്കെയാണോ നോക്കുക. അത് എവിടെയൊക്കെയാണ് ഹൈ ഡിമാൻഡ്, കേരളത്തിലാണോ പുറത്താണോ അല്ലെങ്കിൽ എബ്രോഡാണോ, അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെ പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണോ. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ജസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ 1-2 കോഴ്സുകളായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റ്. അവിടെ കൊണ്ട് കാര്യം തീരുന്നില്ല. ഏതെങ്കിലും ഒരു കോളേജിൽ പോയി വലിയ തുക കെട്ടിവെച്ച് പഠിക്കേണ്ട, അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് കൃത്യമായിട്ടുള്ള സൗകര്യങ്ങളില്ലാതെ ഒരു മെഡിക്കൽ കോഴ്സ് എടുത്ത് ട്രാപ്പായി പോകുന്ന അവസ്ഥ വരരുത് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യം നിങ്ങൾ കോഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ കോഴ്സിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രിഫേർഡ് ലൊക്കേഷൻ പാരൻസുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ലോക്ക് ചെയ്യുക. കേരളത്തിലാണെങ്കിൽ എവിടെ, അതല്ലെങ്കിൽ പുറത്താണെങ്കിൽ മാംഗ്ലൂരാണോ, അതും അല്ലെങ്കിൽ ചെന്നൈയിലാണോ ഉറപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ കോളേജുകളിലേക്ക് പോകേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ സെറ്റായാൽ മാത്രമാണ് അവിടുത്തെ ബെസ്റ്റ് കോളേജുകളിലേക്കുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. എന്നിട്ട് എന്താ നോക്കേണ്ടത്, ഓരോ കോളേജ് എടുക്കുമ്പോഴും അവിടുത്തെ ഫീസ് സ്ട്രക്ചർ, അവിടുത്തെ അഫോർഡബിലിറ്റി, ദെൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആൻഡ് അക്കാദമിക് ക്വാളിറ്റി, ഇത്രയൊക്കെ ഏകദേശം ബോധ്യമായി കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പസ് വിസിറ്റ് ചെയ്യുക. നമ്മൾ ഫ്രീ ക്യാമ്പസ് വിസിറ്റ് ഫെസിലിറ്റി ഉൾപ്പെടെ പല കോളേജുകളും കേരളത്തിനകത്തും പുറത്തും കൊടുക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, ക്യാമ്പസ് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ പഠിച്ച കുട്ടികളുടെ കുറച്ച് ഒപ്പീനിയൻ, ഇതെല്ലാം നോക്കി വളരെ സ്ലോ പ്രോസസ്സിൽ ചിന്തിച്ച് എടുക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത്, ആ അഡ്മിഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ മെഡിക്കൽ കോഴ്സുകൾ എടുക്കുന്ന നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം വെറുതെ കരിയറിൽ ഒരു തെറ്റായിട്ടുള്ള തീരുമാനം എടുത്ത് 3-4 വർഷം ലോക്കായി പോകരുത്. പഠിച്ചിറങ്ങുമ്പോൾ വാല്യൂ കിട്ടുന്ന നല്ല ക്യാമ്പസുകളിൽ, നല്ല അക്കാദമിക് എക്സലൻസും നല്ല ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകളിൽ വേണം നിങ്ങൾ പ്രത്യേകിച്ച് മെഡിക്കൽ കോഴ്സുകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അവിടെ ഇന്റേൺഷിപ്പ് ആയാലും മറ്റ് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആയാലും പിന്നീട് സർജിക്കൽ സെക്ടറിലൊക്കെ കറക്റ്റ് എന്താണ് ഒരു പ്രാക്ടിക്കൽ ഹാൻഡ് ഓൺ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഗൈസ്, സോ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. മെഡിക്കൽ കോഴ്സസിന്റെ കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് ഡീറ്റെയിൽസും അഡ്മിഷൻ ഡീറ്റെയിൽസും ഫീസ് സ്ട്രക്ചറും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതുവഴി നമുക്ക് കംപ്ലീറ്റ് ഗൈഡൻസിന് ഞങ്ങൾ കൂടെ ഉണ്ടാകും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.